എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ആദ്യമായി ഈ സമൂഹത്തിലുള്ള ഞാനടക്കം ഷൈനിക്കും അലീനയ്ക്കും ഇവാനും നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. മാപ്പ്. കാരണം നിങ്ങളിലേക്ക് സമൂഹത്തിലുള്ള ആരും തന്നെ എത്തിപ്പെടാൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നും യാത്ര പറഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു സമയമായിപ്പോയി. പലരും പറയുന്നുണ്ടായിരുന്നു, പലരും പറയും കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട്, എന്തിന് ആത്മഹത്യ ചെയ്തെടുത്തു, പറയാൻ എളുപ്പമാണ്. പക്ഷേ അവർ ഇതുവരെ അനുഭവിച്ച വേദനകൾ ശരിക്കും നോക്കുമ്പോൾ മറ്റു ചിലരാണ് ഇതിനു മുമ്പേ ആത്മഹത്യയിലെത്തുമായിരുന്നു. ഇവിടെ നമുക്കൊക്കെ പറ്റുന്ന വലിയൊരു അപാകത, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കരുത്. ഇനി ഒരു ഷൈനിമാരും കുട്ടികളും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടാകരുത്. പലർക്കും പലതും പറയാം. BSc നഴ്സിംഗ് പഠിച്ചു, അവർക്ക് ജോലിക്ക് പോയി. വലിയൊരു ഗ്യാപ്പുള്ള കാരണം അവർക്ക് ജോലി തടസ്സം നിന്നത് ഒരു ചെകുത്താൻ്റെ വേഷം കെട്ടിയ ഒരു പാതിരി. നാണക്കേടാണ്. ഇവനൊക്കെയാണെന്ന് സഭകൾ ഭരിക്കുന്നത്. ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, നാണം തോന്നുന്നു. ഇങ്ങനെയുള്ള കള്ളപ്പലിശകൾ ഇന്നും ഈ സഭാ നേതൃത്വം വച്ചു പുലർത്തുന്നതിൽ. പോട്ടെ, ഇനി നമുക്ക് ചെയ്യാമെന്നുള്ളത് ഒന്ന് മാത്രം. നാം എല്ലാം രാവിലെ അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നവരാണല്ലോ. നമ്മുടെ മുന്നിൽ കൂടി പലരും കടന്നു പോകാറുണ്ട്, അമ്പലത്തിലോ പള്ളികളിലോ വരാറുണ്ട്. കഴിയുന്നതും നമ്മളോട് ഇങ്ങോട്ടൊന്ന് ഹൈ എന്ന് പറയുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യമാണ്. ചിലവർ അതിനത്ര ഇൻട്രസ്റ്റ് കൊടുക്കില്ല. ഇങ്ങനെ 1-2 ദിവസമാകുമ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള പരസ്പരം ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് കൂടുതലും ആൾക്കാർ ആത്മാഭിമാനത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ്. ഇപ്പോൾ കാണാൻ നല്ലൊരു പക്വത, ചിരിച്ച മുഖമായിരിക്കും, സുന്ദരി കുട്ടികളായിരിക്കും. ഇവരുമായി ഒന്നിച്ച് വന്നു പോകുന്ന കാണുമ്പം ആരും വിചാരിക്കാം അവർ ഓക്കെ, കുഴപ്പമില്ല, ഇന്നടത്തെ വീട്ടുകാരാണ്. പക്ഷേ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല, ആരോടും പറയുകയുമില്ല. കാരണം അത് അവരുടെ ഒരു സ്റ്റൈൽ. അവർക്ക് അങ്ങനെയുള്ളൊരു ഗതികേട് മുമ്പുണ്ടായിരിക്കില്ല. സഡനായിട്ട് സംഭവിക്കുന്നതെല്ലാം. ഈ ഷൈനി എന്ന് പറഞ്ഞ അവരനുഭവിച്ച മാനസിക വേദനയുടെ അവസാനമായിരുന്നു ഈ ആത്മഹത്യ അവർ തിരഞ്ഞെടുത്തത്. അവരെ ആസ്വദിപ്പിക്കാൻ ആരുമില്ലായിരുന്നു, ഒരു വ്യക്തികളില്ലായിരുന്നു. അവരിലേക്ക് ഞാൻ അടക്കമുള്ള ആരും തന്നെ എത്തപ്പെടാനും സാധിച്ചില്ല. അതിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് വിധിയുടെ വിളയാട്ടം. പോട്ടെ, ഇനിയെങ്കിലും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ആരെങ്കിലും അങ്ങനെ വലിയ ആർഭാടമായ വിവാഹമൊക്കെ കഴിച്ചു ഭർത്തു വീട്ടിൽ ഇപ്പോൾ 1-2 കുട്ടികളാകുമ്പോൾ അവസാനം കംപ്ലീറ്റ് എല്ലാം ഒരു വല്ലാത്തൊരു ലെവലിലെത്തി ആ പാവം പിടിച്ച സ്ത്രീയും മക്കളും കൂടെ തിരിച്ച് കുടുംബത്തിലെത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? വയസ്സായ മാതാപിതാക്കളായിരിക്കും, അവർക്ക് പല അസുഖങ്ങളും പിടിച്ചിരിക്കാം, അവരെ സംരക്ഷിക്കുന്ന അവരുടെ മക്കളായിരിക്കാം. ആ മക്കൾ ഈ സഹോദരിയുടെയും മക്കളുടെയും കൂടെ ഭാരം ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ ഒരുപക്ഷെ അവരെ കൊണ്ട് താങ്ങുന്നതിനും അപ്പുറമാണ്. സ്നേഹമുള്ളവർ ഒന്നും അറിയില്ല എങ്കിൽ തന്നെയും ഈ ഷൈനിയെപ്പോലുള്ളവർ ചിന്തിക്കും, ഞാൻ ഇവർക്കൊരു ഭാരമല്ലേ, എൻ്റെ മക്കൾ ഇവർക്കൊരു ഭാരമല്ലേ. തീർച്ചയായിട്ടും അവർ ചിന്തിക്കും. അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അവർ പലയിടത്ത് ജോലിക്കും ശ്രമിച്ചു എന്നാണ് കേട്ടത്. പക്ഷെ അവിടെയെല്ലാം ആ പിശാച് പ്രാന്തൻ ലോഹയിട്ടവൻ പോയി അവിടെയെല്ലാം തടഞ്ഞു നിർത്തി. അതിലേറ്റവും ഒരു ക്രൂരത കാണിച്ചത് ഈ ഷൈനിയുടെ മുൻ ഭർത്താവിൻ്റെ
തന്തയോ തള്ളയോ ക്യാൻസർ രോഗിയായിരുന്നു. അവർ ഒരു 3 ലക്ഷം രൂപ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തു. ആ ലോൺ തിരിച്ചടയ്ക്കാൻ വയസ്സ് സാധിച്ചാൽ ഈ വൃത്തികെട്ട പാതിരി അവൻ പോലീസ് സ്റ്റേഷനിലോ കോടതിയിൽ കേസ് കൊടുക്കാനുള്ള സംവിധാനം അവർ ഉണ്ടാക്കി കൊടുത്തു. എന്തൊരു മോശമായിട്ടുള്ളതാണ്. കരിത്താസ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റൽ ക്രിസ്ത്യൻ ബെൽറ്റിലുള്ളതാണ്, ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് നടത്തുന്നതാണ്. അവിടെയും പിശാചുക്കളാണ് ഭരിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഒരു ലാഭം അവർ കിട്ടി, ഈ 3 പേരുടെയും ഡെഡ് ബോഡീസ് വച്ചേക്കുന്ന ആ മോർച്ചറിന് അതിനും അവർ ബില്ല് കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങളിത് ഫ്രീ ആയിട്ട് ചെയ്തെന്ന് പരസ്യം കൊടുക്കും. പോട്ടെ, നമുക്ക് ഈ ശവനാറികളുടെ കഥയിലേക്ക് നമുക്ക് പോകണ്ട. നമുക്കിനി ചെയ്യേണ്ടത്, നമുക്കിനിയും ഒരു ഷൈനിയെ പോലുള്ള മക്കളും നമ്മുടെ സമൂഹത്തിന് നമുക്ക് നഷ്ടപ്പെടരുതേ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, അത് നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള, ഇനിയുള്ള ഇങ്ങനെ വന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി താമസിക്കുന്ന ഇങ്ങനെയുള്ള ആരെയും നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് എന്നാൽ അവർ ഒന്നും പറയില്ല. അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് ഒരിക്കലും പറയാൻ അവർ മനസ്സനുവദിക്കില്ല. എപ്പോൾ അവർ നമ്മളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പറയും. അതിലൂടെ നമുക്ക് പലതും പറയാൻ പറ്റും. കാരണം ഈ കൗൺസിലിംഗ് സെൻ്ററുകളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് കൗൺസിലിംഗ് സെൻറ്റർ ചെയ്യുക? കൗൺസിലിംഗ് സെൻറ്റർ ഇവർക്ക് കഞ്ഞി കുടിക്കാനും അതിനും ആഹാരത്തിനുള്ള കാശൊന്നും കൊടുക്കില്ല. ഒരു ധൈര്യം കൊടുക്കും, നിങ്ങൾ അത് ചെയ്യണം, ഇതിനെ അതിജീവിക്കണം, ഈശ്വരനെ, അങ്ങനെ കുറേ വേദാന്തങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആഹാരം കഴിക്കണമെങ്കിൽ അതിന് കാശ് വേണം, ഫീസ് കൊടുക്കണമെങ്കിലും ക്യാഷ് വേണം. എല്ലാ കാര്യങ്ങളും ഒരു തള്ളയ്ക്ക് തൻ്റെ പെൺകുട്ടികളുടെ കാര്യങ്ങൾ അറിയുന്നത് പോലെ മറ്റൊരു സ്ത്രീ അറിയണമെന്നില്ല, മറ്റൊരു വീട്ടുകാരും അറിയണമെന്നുമില്ല. അപ്പോൾ ഈ കുട്ടികൾ ശരിയായ രീതിയിൽ വളർന്നില്ലെങ്കിൽ അവരുടെ എല്ലാ വിദ്യാഭ്യാസ എല്ലാ കാര്യങ്ങളും അങ്ങ് മുരടി ഏർപ്പെടും. അതിന് മിക്കവാറും ചില തള്ളന്മാർ ആ ഒരു മുരടിപ്പിലേക്ക് അവർ അങ്ങോട്ട് പോയിക്കില്ല. പിന്നെ ആത്മാഭിമാനം വിറ്റ് എന്തും ശരീരം വിറ്റ് ജയിക്കാൻ വേണ്ടിയുള്ള ചില സ്ത്രീകൾ കണ്ടേക്കാം. ഒരു പക്ഷേ അത് അവരുടെ സാഹചര്യമായിരിക്കും. അതിനവരെ ഞാൻ തെറ്റ് പറയുന്നില്ല, പക്ഷേ എല്ലാവർക്കും അത് സാധ്യമുള്ള കാര്യമല്ല. എനിവേ, നമുക്കിനി ചെയ്യാമെന്നുള്ളത്, ഇനിയെങ്കിലും ഈ അമ്പലങ്ങളിലും പള്ളിയിലും പോണവർ നിങ്ങളുടെ ചുറ്റുവട്ടം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു അയൽവക്കത്തുള്ള വീടുകളിൽ എന്താ സംഭവിക്കുന്നെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക, അവരുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അങ്ങനെ ദുഃഖത്തിൽ, അങ്ങനെ എന്തെങ്കിലും മാനസിക സമ്മർദ്ദത്തിലോ സാമ്പത്തിക ക്ലേശത്തിലോ സ്വന്തം ജീവനെ തന്നെ തീർക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആരെങ്കിലും അവരെ തിരഞ്ഞെടുക്കുക. അവരിലേക്ക് നമ്മൾ എത്തണം, തീർച്ചയായിട്ടും എത്തപ്പെടണം. ഒപ്പം നിങ്ങൾക്കടുത്തുള്ള സോഷ്യൽ സർവീസ് ആൾക്കാർ കാണും. ഇതിലേറ്റവും പ്രധാനം ഈ ആശാ വർക്കേഴ്സ് കാണും. അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ വീടുകളിൽ അവിടെ ഉള്ളവരെക്കുറിച്ച് അറിയാൻ പറ്റും, അവരെവിടെ നിന്ന് വന്നു, അവരെന്തൊക്കെയാണ്. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞാലും അതൊന്നും ഉണ്ടാകാൻ പോകില്ല. പക്ഷേ ഹ്യൂമാനിറ്റിയുള്ള നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് ലെവലിലാണെന്ന് അറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓരോ വീട്ടുകാരും അവരുടെ നെയ്ബേഴ്സിനെ കുറിച്ച് പരസ്പരം അറിഞ്ഞ് അതിനു വേണ്ടിയുള്ളൊരു സംവിധാനം, അവരെ നമ്മൾ മരണത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്ക് കൗൺസിലിംഗ് ഒന്നും ചെയ്തു കൊടുക്കാനല്ല, അതിനു വേണ്ടിയല്ല. അവർക്കെന്തെങ്കിലും ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ടാക്കാൻ പറ്റും. അത് വലിയ പരസ്യം കൊടുത്തോ അതിൻ്റെ പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയാണോ, വി ഡോണ്ട് വാണ്ട് ദറ്റ് തിങ്സ്. ആ ഒരു ഇഡിയാറ്റിക് പ്രോഗ്രാം ഒന്നും നമുക്ക് വേണ്ട. നമ്മെക്കൊണ്ട് സഹായിക്കുന്നത് ദുഃഖം കറക്റ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറിയൊരു സഹായമെങ്കിൽ അവരെത്തിക്കും. അതിലൂടെ അവർക്കൊരു സന്തോഷം കിട്ടും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ നമ്മുടെ വീടുകളിൽ വരുന്ന ആശാ വർക്കറും അവരോടും ചോദിക്കുക, അവരെന്താണ്, നിങ്ങൾ മറ്റുള്ളവരുടെ മൊത്തം ഹിസ്റ്ററി എടുക്കണമെന്നില്ല. അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ 4 വശമുണ്ടെങ്കിൽ അവരെ ട്രേസ് ചെയ്യണം, അവരുടെ വിവരങ്ങൾ അറിയിക്കുക. നമുക്കവർക്ക് വേണ്ടി എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അവർ ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് മാറ്റാം. ഇനി ജോലി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ജോലികൾ എന്താണ്, എൻ്റെ ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും.
അല്ലാതെ എവിടെയെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ വിട്ടിട്ട് നിങ്ങൾക്ക് ഇതുണ്ടാകും ദൈവത്തിന് ഇതൊക്കെ ദൈവത്തിന് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ഇതൊക്കെ ദൈവം കൊണ്ട് നേരിട്ടൊന്നും തരിയില്ല. ദൈവം തരുന്നത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമേ തരത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥനയിൽ കൂടി ദൈവം ആഹാരവും ഇതൊന്നും തരില്ല. അത് വെറും ഒരു ഗിമിക്സുകളാണ്. എനിവേ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു മോർ ഡീറ്റെയിൽ ഇൻ ദാറ്റ്. ഷൈനിയും നമുക്ക് നഷ്ടപ്പെട്ട ഷൈനിയും അലീനയും ഇവാനും ശരിക്കും ആ മുഖങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. അവരുടെ ആദ്യ കുർബാനയ്ക്കെടുത്ത ആ ഫോട്ടോസും ആ ശാലീനമായ മുഖങ്ങളും നഷ്ടപ്പെട്ടു പോയി. അവരെപ്പോഴും നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കണം, ഓർമ്മയുണ്ടാകണം. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ദുരന്തം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കുക. അതുണ്ടാകാതിരിക്കാൻ നാം എല്ലാം ശ്രമിക്കണം. നല്ല രീതിയിൽ കഴിഞ്ഞവർ, നല്ല രീതിയിൽ ഭർത്താവായിട്ടൊക്കെ സന്തോഷം, ഒരു സുപ്രഭാതത്തിൽ എല്ലാം അടിച്ചു പിരിഞ്ഞ് രണ്ട് കോണിലായിട്ട് അവർ തിരിച്ച് അവരുടെ വീട്ടിൽ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ക്ലേശം വളരെ വലുതായിരിക്കും. കാരണം ഭർത്താവും ഇപ്പം അവരുടെ വീട്ടിൽ താമസിച്ച് കുഞ്ഞുങ്ങളെ നല്ലൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആളത്തെ സണ്ണ എല്ലാം തകർന്ന് തരിപ്പണമായി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവരെ സ്നേഹിക്കാൻ, ഈ കുട്ടികളെയും കൊച്ചുമക്കളെയും സ്നേഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ളൊരു സംവിധാനം ആ പേരൻസിന് കാണത്തില്ല. പേരൻസിന് ദുഃഖം കൂടത്തേ ഉള്ളൂ. കാരണം അവർക്കുള്ളതെല്ലാം മക്കൾക്ക് പങ്കുവെച്ച് കൊടുക്കും. ഇവരൊക്കെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ചെയ്യുന്ന ചെറിയ സഹായങ്ങളിലൂടെയൊക്കെ ചെയ്ത് അവർ വിവാഹിതരാകുന്നു. BSc പഠിച്ച ഒരാളാണ് ഷൈനി. അവർക്കെന്തോ ജോലി ചെയ്യാനുള്ള സാഹചര്യം കിട്ടില്ലായിരുന്ന കല്യാണം കഴിച്ച ഭർത്താവ് ആദ്യം ജോലി നിർത്താൻ പറഞ്ഞു. ഇവിടേക്കാണ് അബദ്ധങ്ങൾ പറ്റുന്ന. ഇനിയെങ്കിലുള്ള സ്ത്രീകൾ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ജോലി ഉപേക്ഷിക്കാതിരിക്കുക. കാരണം നമ്മുടെ ജീവിതം എത്ര കണ്ട് സ്ട്രെങ്താണെന്ന് നമുക്കൊന്നും ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏത് മനുഷ്യനാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും മനസ്സ് മാറുമെന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ജീവിതം ഒരിക്കലും തകരാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടെങ്കിൽ ആ പണിയെ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ആരെന്ത് പറഞ്ഞാലും പിന്നെ കുറേ സംശയരോഗികൾ, ചില ഭർത്താക്കന്മാരാണോ ഭാര്യ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ വേറെ വേറിട്ട് കമ്പനി അടിക്കും, ഇത് ശരിയാകത്തില്ല, ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് എ ബ്ലഡി യൂസ്ലെസ് തോട്ട്സാണ്. അതൊക്കെ പഴയ കാലത്തൊരു ചിന്താഗതിയാണ്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളോടും ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ഒരു രീതിയിലും ഉപേക്ഷിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഒരു സപ്പോർട്ടീവ് ഇതായി തന്നെ ഇരിക്കണം. ഈ ഭർത്താക്കന്മാർ നിർത്തണമെന്ന് പറയുമ്പം അയാളെ സമാധാനപരമായി പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൊണ്ടൊരു ഗുണമല്ലേ ഉള്ളെന്ന് പറയണം. ഒരു വ്യക്തികൾ കേൾക്കും, ചിലർ കേൾക്കില്ല. അവിടെയാണ് നമ്മൾ കൂടുതൽ രണ്ട് വഴിയിലായി പോകുന്നത്. അതുകൊണ്ട് മരിച്ചുപോയ ഷൈനിയെ നമുക്ക് കാണാനോ ഇനി സംസാരിക്കണമെന്നില്ല. അവർ ഓൾറെഡി ഈ ലോകം വിട്ടുപോയി. എന്നും അവർ നമ്മുടെ മുകളിൽ, നമ്മുടെ ഓർമ്മയിൽ അവർ ജീവിക്കട്ടെ. ഇനി ഒരു ഷൈനിയും കുഞ്ഞുങ്ങളും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ദൗത്യം നമുക്ക് ഇന്ന് തുടങ്ങാം. ആർക്കെങ്കിലും നിങ്ങളുടെ നെയ്ബേഴ്സിൽ, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും വല്ലാത്തൊരു ഘട്ടത്തിലാണ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്കും അതിനുള്ള കുഞ്ഞു സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കും. കൂടുതലൊന്നും പറയാനില്ല. അവർക്ക് നല്ലത് വരട്ടെ. അവരുടെ ആത്മാക്കൾ നിത്യശാന്തിയിൽ ലയിക്കട്ടെ. നമുക്ക് മറ്റെന്ത് പറയാനുണ്ടോ? നമുക്കൊന്നും നേരാനുമില്ല. എല്ലാം ഈശ്വരവിധിയെന്ന് മാത്രം കാണുക. ഒരു കാര്യം കൂടെ ഈ കരിത്താസ് സഭാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് അവിടെ ഇരിക്കുന്ന ആ അച്ഛനെ ദയവ് ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കുക. അവനൊന്നും ലോഹപ്പട്ടവും വൈദിക വേഷം വിട്ട് നടക്കാൻ ഫിറ്റല്ല. അവൻ എന്തു കോമാളിത്തരവും കാട്ടിക്കൂട്ടും. അവൻ്റെ ഇങ്ങോത്തത്തിന് ആരെങ്കിലും നിന്നില്ലെങ്കിൽ അവരെ ഒതുക്കും. പ്രത്യേകിച്ച് സ്ത്രീയാണെങ്കിൽ. ഇനി ഈ സ്ത്രീയെ മാനസികമായിട്ട് മറ്റെന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിരിക്കും തീർച്ചയായിട്ടും. ഒരുപക്ഷെ അതിനുള്ള സമ്മതം മൂളാത്തതുകൊണ്ടായിരിക്കും അവനിങ്ങനെ ഇത്ര മോശമായ രീതിയിൽ അരഗണായിട്ട് പെരുമാറുന്നത്. അവർക്ക് ജോലി കൊടുക്കാൻ ശ്രമിച്ചില്ല. അറിയുമല്ലോ, ഒരു ക്രിസ്ത്യാനിയല്ലേ, താനൊരു പുരോഹിതനല്ലേ. ഒരു 2 കുട്ടികളുടെ ആഹാരത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി തനിക്കെന്ത് ഗ്യാപ്പാണ്? തനിക്ക് ഒരു BSc നഴ്സ് പഠിച്ച
ഒരു സ്ത്രീക്ക് ഒരു നഴ്സ് അല്ലെങ്കിൽ അവിടെ ഒരു കെയർ ടേക്കറോ പലതും കൊടുക്കാറുന്നില്ല, സെക്ഷൻ്റെ എന്തെങ്കിലും കൊടുക്കാൻ. താനത് ചെയ്തില്ല. കാരണം തൻ്റെ എന്തോ ഗൂഢമായ ലക്ഷ്യം അതിൻ്റെ പിന്നിൽ കിടപ്പുണ്ടോ. അതിന് ആ സ്ത്രീ ഒരു പക്ഷേ സമ്മതം മൂളാത്തതായിരിക്കും. താൻ ഈ കാണിച്ച എല്ലാ കോപ്പറായി തരും. എടോ, തനിക്കൊക്കെ ഉണ്ടല്ലോ, താൻ ഇതിൻ്റെയൊക്കെ ഒരു ശാപമാണോ? ക്രിസ്ത്യാനികൾക്കേ നീയൊക്കെ ശാപമാണോ? എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല. എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വിവരങ്ങൾ എടുക്കുക. ഒന്ന് ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ വേണ്ട കൊച്ചു കൊച്ചു സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും. ഇനി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ഫോണിൽ ഞങ്ങളുടെ വാട്സപ്പിൽ കൂടി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ അറിയാം, 7902 616164. ഒരിക്കൽ കൂടി പറയുന്നത് ഞങ്ങളുടെ ഫാക്സ് നമ്പർ 7902 616164. മറക്കാതെ ഈ നമ്പർ ഒന്ന് സൂക്ഷിച്ചാലും. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും ബന്ധപ്പെടാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒപ്പം ഒരിക്കൽ കൂടി അലീനയ്ക്കും കുഞ്ഞുങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.